തുമ്പപ്പൂ ഇല്ലാത്ത ഒരു ഓണപ്പൂക്കളം മലയാളികൾക്കില്ലായിരുന്നു. എന്നാൽ കാലവും നാടും മാറിയപ്പോൾ തുമ്പപ്പൂ അപൂർവ കാഴ്ചയായി. എന്നാൽ നിറയെ തുമ്പപ്പൂക്കളും തൂവെണ്മയുടെ മനോഹര കാഴ്ചയും സമ്മാനിക്കുകയാണ് ഒരു ക്ഷേത്രം. പൂക്കുട നിറയ്ക്കാൻ തുമ്പയ്ക്കരികിലേക്ക് പൂവിളിയുമായി ഓടിയെത്തിയ ഒരു കാലമുണ്ടായിരുന്നു. തുമ്പയുടെ വെണ്മയില്ലാത്ത പൂക്കളത്തിന് ചന്തവും കുറവായിരുന്നു. എന്നാൽ തുമ്പച്ചെടിയും തൂവെള്ള പൂക്കളും ഇന്ന് അപൂർവ കാഴ്ചയായി കഴിഞ്ഞു. മറുനാടൻ പൂക്കളെ മാടി വിളിച്ച് പൂക്കളം നിറയ്ക്കാൻ നമ്മൾ ശീലിച്ചും കഴിഞ്ഞു. കോഴിക്കോട് എടക്കമന മഞ്ഞോളി ശ്രീ കരിയാത്തൻ ഭഗവതി ക്ഷേത്രമുറ്റത്തെ ഈ കാഴ്ച അതുകൊണ്ട് തന്നെ വ്യത്യസ്തവും അത്രമേൽ മനോഹരവുമാണ്. പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് കൗതുകത്തോടെ പൂക്കളിറുക്കുന്ന ഈ കുഞ്ഞുങ്ങൾ എത്ര ഭാഗ്യവാന്മാർ! ആ സന്തോഷവും കുഞ്ഞു വാക്കുകളിൽ പ്രകടം. ഞങ്ങൾ ചെറുതാവുമ്പോഴേ ഇവിടുന്നാണ് പൂ പറിക്കല്. ഇവിടെ ഓണാകുമ്പോഴത്തേക്ക് എന്നും പൂ വരും. അപ്പോൾ ഞങ്ങൾ ഒരു ഇലയൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നെന്നും പൂ പറിക്കും. പിന്നെ അമ്മമ്മ അങ്ങനെ കഥയൊക്കെ പറഞ്ഞു തരും തുമ്പപ്പൂവിനെ പറ്റി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഓണം വരാൻ കാത്തിക്കും. നിറയെ പൂത്തുലഞ്ഞ തുമ്പപ്പൂ കാഴ്ച ചിലർക്ക് ഇന്നലെയിലേക്കുള്ള നിറമുള്ള യാത്രയാണ്. വെണ്മയുടെ സമൃദ്ധിയുടെ സുഖമുള്ള യാത്ര. ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന കാലത്ത് ഒരു കൊട്ടയും കഴുത്തിലിട്ടിട്ട് വട്ടി പൂ കഴുത്തിലിട്ടിട്ട് തുമ്പപ്പൂവ്, അരിപ്പൂവ്, ഇത് മുക്കുറ്റിപ്പൂവ് എല്ലാം പറിച്ചു കൊണ്ടുകൊണ്ടാണ് അക്കാലത്ത് പൂ കിട്ടിയിരുന്നത്. നിറയെ തുമ്പപ്പൂ കിട്ടിയിരുന്നു അന്നൊക്കെ. ആ ഇത് നിറച്ച് പറിക്കും ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ, എന്നിട്ടാണ് പൂ കിട്ടിയിരുന്നത്. അത്തപ്പൂക്കളത്തിലെ രാജാവെന്ന വിശേഷണമുണ്ട് തുമ്പപ്പൂവിന്. കർക്കിടകത്തിൽ വളർന്ന ചിങ്ങത്തിൽ പൂവിടുന്ന വെണ്മയുടെ നക്ഷത്രങ്ങൾ. ഓണമായി കഴിഞ്ഞാൽ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ കുട്ടികൾ ഇവിടെ വന്നിട്ട് തുമ്പപ്പൂ പറിച്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പം എല്ലാ വർഷവും ഇത് നന്നായിട്ട് പരിപാലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ മഞ്ഞോളി മാത്രമേ തുമ്പപ്പൂവ് കാണാറുള്ളൂ. അതാണ് ഈ ഒരു പ്രത്യേകത. കാലം എത്ര മാറിയാലും പൂക്കളത്തിലെ തുമ്പയുടെ ചാരുത മറ്റാർക്കും കവർന്നെടുക്കാനാകില്ല. ഒപ്പം പൂക്കൾ പകരുന്ന നന്മയുടെ വെണ്മയും. തുമ്പയും തുമ്പപ്പൂക്കളും നാട്ടിൻപുറങ്ങളിൽ പോലും വിരളമാണിന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രമുറ്റവും വ്യത്യസ്തമാകുന്നത്. ക്യാമറമാൻ അമലിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.